ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത്, ഇന്ന് ഇഡലി ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി, ദോശയുടെ കൂടെ സാമ്പാറുണ്ട്. രാവിലത്തെ എല്ലാം കഴിച്ചു, ദോശയും സാമ്പാറൊക്കെ. അതിനുശേഷം പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബിഗ് ബാസ്ക്കറ്റിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് ഈ കാബൂളിച്ചന അത് ബോയിൽ ചെയ്ത് നമുക്ക് റെഡി ഈറ്റാണ്. നമുക്ക് ഒന്നീ സാലഡായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് ഇട്ട് കഴിക്കാം. അന്നേരം ഞാൻ ചിന്തിച്ചിന്ന് സ്പ്രൗട്ട് തോരൻ വെക്കുന്നുണ്ട്, അതിൻ്റെ അത്തങ്ങിടാന്ന്. അപ്പോൾ ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ച് കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആ കാബൂളിച്ചനയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് സ്പ്രൗട്ടിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി സ്പ്രൗട്ടിൻ്റെ തോരന് വേണ്ടി ഇച്ചിരി വെളുത്തുള്ളി, സവാള, പച്ചമുളക്, ടൊമാറ്റോ ഇതെല്ലാം ഞാനൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിക്കൊക്കെ, ചോറിനേക്കാൾ ഇഷ്ടം ചപ്പാത്തിക്കാണ്. ഇതിപ്പം മിക്സ് ഇതാണ്, പയർ, കടല, വലിയ പയർ ഇതൊക്കെയുണ്ട്. അപ്പം ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് ഇച്ചിരി കടുകും ഇച്ചിരി ജീരകവും ഇട്ട് ഒരു രണ്ട് കറിവേപ്പില ഒന്ന് മൂത്ത് വന്നിട്ട് ഞാൻ സവാളയും പച്ചമുളകും ഇട്ടൊന്ന് ഇച്ചിരി ഒന്ന് വഴട്ടിയായിരുന്നു. അതിന് ശേഷം പിന്നെ ആ ടൊമാറ്റോ ഇട്ടിട്ട് ഒന്ന് വഴട്ടിയതിന് ശേഷം ഇച്ചിരി ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വഴട്ടുന്നത്. അപ്പോൾ ടൊമാറ്റോ ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, സ്വല്പം ഗരം മസാലയുടെയൊക്കെ പച്ചമണം പോകണേ ഞാൻ ഇതിലേക്ക് സ്പ്രൗട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് അത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഞാൻ വെള്ളം ഇച്ചിരി ഒഴിക്കുന്നുണ്ട്. എന്നിട്ടത് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കിന് അത് വെന്ത് കിട്ടും. പിന്നെ ലാസ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം കുറച്ച് നേരം ഞാൻ ഇങ്ങനെ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്പ്രൗട്ടൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയായി. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നേ. അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, വെള്ളമൊക്കെ ഒന്ന് അനന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി പടവലങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ പടവലങ്ങ മാത്രം വെച്ചാൽ ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ചെറുപയർ കൂടെ ഒന്ന് വേവിച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് കൂട്ടാനുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു കൈപ്പിടിയോളം പയറൊന്ന് കുക്കറിലൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരന് വേണ്ടി സവാള, പച്ചമുളക്, ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ എടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെച്ചതുകൊണ്ട് ഒന്ന് ചതച്ചിടും ഞാൻ. അപ്പോൾ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് കടുകിട്ട് കറിവേപ്പില, സവാള, 2 വെളുത്തുള്ളി, എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കറിൽ വേവിച്ച് അത് മൊത്തത്തിലങ്ങ് വെന്തിട്ടില്ല, ഇച്ചിയും കൂടെ വേവാനുണ്ട്. അപ്പോൾ അത് വേവിനനുസരിച്ച് ഇത്തിരി വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അതൊന്ന് അവിടെ കിടന്ന് വേവട്ടെ. അതിന് കറിക്ക് വേണ്ടി ഞാൻ തൈരൊക്കെ ഉടച്ചെടുത്തായിരുന്നു. ഇപ്പം മോരിന് ഞാൻ കടുകൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പയർ വെന്തായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ ഈ പടവലങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. പടവലങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് ഇച്ചിരി നേരം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം വറ്റി വരുമ്പോൾ നമ്മുടെ പടവലങ്ങയും റെഡിയാവും. ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.